വെൽക്കം തഹമനാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡ്രഗ്സ് യൂസ്ഡ് ഫോർ അഞ്ചൈന പെക്ടോറിസ് അതിനെ പറ്റിയാണ് പറയാം. ഏതെല്ലാം മരുന്നുകൾ അഞ്ചൈനയിൽ ഉപയോഗിക്കുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. ഈ അഞ്ചൈന പല തരമുള്ളത് കൊണ്ട് തന്നെ പല ഡിഫറെന്റ് പ്രത്യേക സിറ്റുവേഷൻസിലായിരിക്കും ഓരോ തരം മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഞ്ചൈന ആദ്യം പറയേണ്ടി വരും. സോ നമ്മൾ പറയാം അഞ്ചൈന പറയും, അഞ്ചൈന ടൈപ്സ് പറയും, ആൻഡ് ഡിഫറെന്റ് ഡ്രഗ്സ് യൂസ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഞ്ചൈന. ആൻഡ് അവസാനം നമുക്കൊരു കൺസോളിഡേറ്റഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് അഞ്ചൈനൽ ഡ്രഗ്സിനെ നമുക്കൊന്ന് ക്ലാസിഫൈ കൂടി ചെയ്യാം. സോ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇവിടെ ചെയ്യാം. മലയാളത്തിൽ നമ്മൾ അഞ്ചൈനയ്ക്ക് നെഞ്ചുവേദന എന്നാണ് നമ്മൾ ലളിതമായിട്ട് പറയാം. നെഞ്ചുവേദന. അഞ്ചൈന പെക്ടോറിസ് എന്നാണ് ശരിക്കും പേര് എന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് അഞ്ചൈന എന്ന് വെച്ച വാക്കുണ്ടായത് ആൻജിയർ എന്ന വാക്കിൽ നിന്നാണ്. ആൻജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറുക്കുക, വലിഞ്ഞു മുറുക്കുക. സ്ട്രാങ്കിൾ എന്നാണ് അർത്ഥം. സ്ട്രാങ്കിൾ. ആൻജിയോ എന്ന വാക്കിനർത്ഥം എന്താ? ആൻജിയോ എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽ എന്നുകൂടി ഒരു അർത്ഥം. ഇപ്പൊ ബ്ലഡ് വെസലിനെ വരിഞ്ഞു മുറുക്കുക ആണ് അഞ്ചൈന എന്ന് നമുക്ക് പറയാം. ആൻഡ് പെക്ടോറിസ് എന്ന് വെച്ചാൽ പെക്ടസ് എന്ന വാക്കിൽ നിന്നാണ് വന്നത്. പെക്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് എന്നാണ്. സോ പെക്ടോറിസ് നമുക്കറിയാം സംതിങ് റിലേറ്റഡ് ടു ചെസ്റ്റ് ആണ്. സോ ചെസ്റ്റിലുള്ള ബ്ലഡ് വെസൽസിനെ മുറുക്കുന്നതാണ് അഞ്ചൈന. ആൻഡ് അഞ്ചൈന ഈ സബ്സ്റ്റേണൽ ചെസ്റ്റ് പെയിൻ. സ്റ്റേണം നമുക്കറിയാം ഹൃദയത്തിന്റെ മുകളിലുള്ള ആ എല്ലാണ്. നെഞ്ചാങ്കൂട്ടിലെ ഇങ്ങനെയുള്ള എല്ല്, റിബ്സുകൾ ഇങ്ങനെ ആരംഭിക്കുന്നു. ഇവിടെയാണ് ഹൃദയം ഇരിക്കുക. അതാണ് സ്റ്റേണം. സോ സബ്സ്റ്റേണൽ ചെസ്റ്റ് പെയിൻ ഓർ എപ്പോഴും നമ്മൾ പെയിൻ എന്ന് പറയില്ല, ഡിസ്കംഫർട്ട് എന്ന് കൂടി പറയാം. കാരണം എപ്പോഴും വേദന ആയിരിക്കണം എന്നില്ല. ആൻഡ് ഈ വേദന ഉണ്ടാവാനുള്ള കാരണം ട്രാൻസിയന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ട്രാൻസിയന്റ് എന്ന് വെച്ചാൽ കുറച്ച് നേരത്തേക്കുള്ളതാണ്, കുറച്ച് നേരം മാത്രമുള്ള. ആൻഡ് ഇറ്റ് ഈസ് റിവേഴ്സിബിൾ ഓൾസോ. റിവേഴ്സിബിൾ എന്ന് വെച്ചാൽ പുനഃസ്ഥാപിക്കപ്പെടുന്ന. റിവേഴ്സിബിൾ ആയിട്ടുള്ള എന്താണ്? റിവേഴ്സിബിൾ ആയിട്ടുള്ള രക്തക്കുഴൽ അടയലാണ്. ബ്ലഡ് വെസൽസ് അടയുകയാണ്. ഓർ റിഡക്ഷൻ ഇൻ കൊറോണറി ബ്ലഡ് ഫ്ലോ ആണ് കുറയുക. കൊറോണറീസ് എന്ന് വെച്ചാൽ ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ കൊറോണറി ആർട്ടറീസ്, കൊറോണറി വെയിൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഹൃദയത്തിനകത്തുള്ളതാണ്. സോ കുറച്ച് സമയത്തേക്ക് ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം ചുരുങ്ങുന്നു, കുറയുന്നു. ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭ്യമല്ല. അപ്പൊ നമുക്കതിനെ കൊറോണറി ഇഷ്കീമിയ എന്ന് വിളിക്കാം. സോ ദിസ് ലീഡ്സ് ടു കൊറോണറി ഇഷ്കീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിലേക്ക് രക്തപ്രവാഹം കുറയുന്നത് മൂലം അവിടെ ഉണ്ടാകുന്ന ഓക്സിജൻ കുറവിനെയാണ് നമ്മൾ ഇഷ്കീമിയ എന്ന് പറയാം. ഇഷ്കീമിയ ഓക്സിജൻ ഡെഫിഷ്യൻസി ആണ്. സോ ദിസ് എൻ ഇഷ്കീമിക് ഹേർട്ട് ഡിസീസ് ആണ് എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഇറ്റ്സ് എ കൊറോണറി ആർട്ടറി ഡിസീസ് കൂടിയാണ്. കാരണം കൊറോണറി ആർട്ടറി ആണ് ബ്ലോക്ക് ആവുന്നത്. സോ ഇറ്റ് ബിലോങ്സ് ടു ബോത്ത് IHD ആൻഡ് CAD. നമുക്കറിയാം ഹൃദയത്തിന്റെ സെൽസ്, മയോകാർഡിയൽ സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനന്റ് സെൽസ് ആണ്. പെർമനന്റ് സെൽസ് എന്ന് വെച്ചാൽ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അതേ സെൽസ് തന്നെയാണ് മരിക്കുമ്പോൾ നമ്മുടെ കൂടെ മരിക്കുക. അതിനിടയിൽ എപ്പോഴെങ്കിലും ഇത് എന്തെങ്കിലും പ്രശ്നം വന്ന് ഇല്ലാതെയായാൽ പിന്നെ തീർന്നു, പിന്നെ പുതിയ സെൽസ് ഇല്ല. ഇതൊരു വൻ പ്രശ്നമാണ്. സോ പരമാവധി 20 മിനിറ്റ്, 30 മിനിറ്റ് വരെ വേണമെങ്കിൽ പറയാം, എങ്കിലും 20 മിനിറ്റ് വരെയൊക്കെ മാത്രമേ ബ്ലഡ് സപ്ലൈ എത്തിയിട്ടില്ലെങ്കിൽ ഹൃദയത്തിന്റെ സെൽസ് ഓർ മയോകാർഡിയൽ സെൽസിന് പിടിച്ചു നിൽക്കാൻ പറ്റും. സോ അഞ്ചൈന ഇപ്പൊ പരമാവധി ഒരു 30 സെക്കൻഡ് മുതൽ ഒരു 30 മിനിറ്റ്സ്, സാധാരണ 20 മിനിറ്റ്സ് ആണ് നമ്മൾ കൂട്ടുക, എങ്കിലും 30 വരെ ഞാൻ ഒരു റിലാക്സേഷൻ കൊടുക്കുകയാണ്. സോ 20 മിനിറ്റ്സ് വരെയൊക്കെയാണ് തുടരാൻ പറ്റത്തുള്ളൂ. സോ അതിൽ കൂടുതൽ തുടർന്നാൽ, ഇഫ് ഇറ്റ് കണ്ടിന്യൂസ് മോർ ദാൻ 20 മിനിറ്റ്സ്, അത് പിന്നെ ഇറ്റ്സ് നോട്ട് അഞ്ചൈന. അപ്പൊ നമുക്ക് അഞ്ചൈനയിൽ അത് സംസാരിക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേം മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ആയി. നൗ ഇറ്റ് ഈസ് MII. സോ അഞ്ചൈന എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ട്രാൻസിയന്റ് ആണ്, റിവേഴ്സിബിൾ ആണ്, കാർഡിയാക് ഇഷ്കീമിയ വിച്ച് ലാസ്റ്റ് അബൌട്ട് 30 seconds to 20 minutes. ഇത്രയും നേരം, പരമാവധി 30 കൂടി ആക്കാന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ദിസ് കോസസ് പെയിൻ. ഇത്ര ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? വി കോൾ ഇറ്റ് ആസ് അഞ്ചൈന എന്ന് പറയാം. സോ വേദനയേക്കാൾ നെഞ്ചിലൊരു ഭാരം എന്നാണ് കൂടുതൽ ആൾക്കാരും പറയാം. നെഞ്ചിലൊരു ഭാരം. ഈ അഞ്ചൈനയുടെയും MIയുടെയും പ്രാരംഭ ലക്ഷണങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. MI ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് MI, വേദന ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കാനാണ് സാധ്യത. വേദന കൂടിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല ഹൃദയത്തിന്റെ സെൽസ് ഡാമേജ്ഡ് ആവും. ഇൻ MI there is damage to myocardial cells. ഡാമേജ്ഡ് ആവുന്നുണ്ട്. ഇറിവേഴ്സിബിൾ ഡാമേജ് ആണ് സംഭവിക്കുക. അഞ്ചൈനയിൽ പക്ഷേ നോ ഡാമേജ്. അഞ്ചൈന ഡാമേജ് ആവുന്നതിന് മുമ്പ് അത് ഒഴിയുന്നുണ്ട്. ആൻഡ് അഞ്ചൈനയുടെ കുഴപ്പം എന്താണ്? അഞ്ചൈന എപ്പോൾ വേണമെങ്കിലും ഒരു MI ആയിട്ട് മാറാനായിട്ടുള്ള ചാൻസ്. സോ അതുകൊണ്ട് കൃത്യമായി കണ്ടുപിടിക്കാൻ വേണം. അത് കൃത്യമായിട്ട് മരുന്ന് കഴിക്കലും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദിസ് അഞ്ചൈന ക്യാൻ ടേൺ ഇൻ ടു ആൻ MI. സാധാരണ അഞ്ചൈന MI ആവുന്നത് അൺസ്റ്റേബിൾ ടൈപ്പ് ഓഫ് അഞ്ചൈനയാണ് സാധാരണ MI ആയിട്ട് മാറുക. സോ നമുക്കത് പിറകെ പറയാം. നമുക്ക് ആദ്യം അഞ്ചൈനയുടെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് നമുക്ക്
നമുക്ക് ടൈപ്സിലേക്ക് പോകാം. സോ ലക്ഷണങ്ങൾ, നെഞ്ചിലെ നടുവിൽ ഉള്ള വേദനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സോ കഠിനമായ വേദന, പെയിൻ ആണ് പ്രശ്നം. കഠിനമായ വേദനാവസ്ഥ, അല്ലെങ്കിൽ മിക്കവാറും ആൾക്കാർ പറയാം ഒരു ഭാരം കയറുന്നത് പോലെയുള്ള അവസ്ഥയാണ്. MIയിലൊക്കെ ആണെങ്കിൽ ഒരു ആന കയറി നെഞ്ചും കൂട്ടിലിരിക്കുന്നത് പോലെ, പോലെ എന്തോ ഭാരമേറിയ വസ്തു ഇരിക്കുന്നത് പോലെയാണ് എന്നാണ് പറയാം. രണ്ടാമത്തത്, ശരീരത്തിന് എന്തോ ഒരു പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ തനിക്ക് എന്തോ ഒരു പ്രശ്നം വരുന്നു എന്ന് പറയുന്ന ഒരു ഭീതികരമായ ഒരു തോന്നൽ, ഭയം, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള ഒരു പ്രശ്നം കൂടി ഇതിൻ്റെ. ദെൻ ഈ വേദന നെഞ്ചിൽ നിന്ന് പതിയെ ഇടത്തെ കൈയിലേക്ക് പോയി, ചിലപ്പോൾ മറ്റേ കൈയിലേക്കും വരാം. ദെൻ കഴുത്ത്, ദെൻ മുഖത്തെ ജോസ്, ചിലപ്പോൾ അത് വയറ്റിലേക്കും നീളുന്ന തരം വേദന അല്ലെങ്കിൽ തരിപ്പ്. സോ ഈ വേദന നമ്മൾ എപ്പോഴും പറയുക റേഡിയേറ്റിംഗ് പെയിൻ. റേഡിയേറ്റിംഗ് പെയിൻ ഇൻ വൺ ആം, ലെഫ്റ്റ് ആം ആയിരിക്കും സാധാരണ, അല്ലെങ്കിൽ ദെൻ ഇറ്റ് ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ആം, റൈറ്റ് ആമിലേക്കും പോകാം. ദെൻ ടു നെക്ക്, കഴുത്തിലേക്ക്, ടു ജോ, ദെൻ ടു എപ്പിഗാസ്ട്രിയം, വയറ്റിലേക്ക് ആ വേദന പടരാം. ആൻഡ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ശ്വാസം മുട്ട് ഉണ്ടാകും. ഓക്കെ. ദെൻ വെട്ടി വിയർക്കുക, ആൾ ഭയങ്കരമായിട്ടൊക്കെ വെട്ടി വിയർക്കുക. ഓക്കെ. എന്നെ നമ്മൾ ഡയാഫോറസിസ് എന്നാണ് പറയുക. സോ ഡയാഫോറസിസ്. സോ ഇതാണ് അഞ്ജേനയുടെയും MIയുടെയും കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. ഈ ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ക്രോണിക് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ വേദന ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അവരിൽ ഈ വേദന സീരിയസ് ആയിട്ട് അത്രയും ഉണ്ടാകാനുള്ള ചാൻസ് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരിത് സീരിയസ് ആയിട്ട് എടുക്കണമെന്നില്ല. ദെൻ MI ആണെങ്കിൽ മിക്കവാറും തന്നെ സിവിയറിറ്റി വിൽ ബി ഹൈ സിവിയർ, ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാവാനാണ് കൂടുതൽ. ആൻഡ് MI ഞാൻ ഓൾറെഡി പറഞ്ഞു റിവേഴ്സിബിൾ അല്ല. അഞ്ജേന ആണെങ്കിൽ റിവേഴ്സിബിൾ ആണ്, ഹൃദയത്തിന് ഡാമേജ് ഉണ്ടാക്കുന്നില്ല എന്നുള്ള വ്യത്യാസം കൂടി ഉണ്ടെന്നും പറയാം. സോ ഇനി നമുക്ക് ഇതൊക്കെയാണ് സാധാരണ ലക്ഷണങ്ങൾ. ഇനി നമുക്ക് ടൈപ്സിലേക്ക് പറയാം. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഞ്ജേന. നമ്മൾ പ്രധാനമായിട്ടും അഞ്ജേനയെ 3 തരമാക്കിയാണ് നമ്മൾ ടൈപ്സിനെ പറ്റിയാണ് പറയാം. 3 ടൈപ്പ് ആക്കിയാണ് തിരിക്കുക. ഒന്ന് ക്ലാസിക് അഞ്ജേന, അല്ലെങ്കിൽ അതിനെ സ്റ്റേബിൾ അഞ്ജൈന എന്ന് വിളിക്കും. ക്ലാസിക് ഓർ സ്റ്റേബിൾ അഞ്ജൈന. രണ്ടാമത്തത് വേരിയന്റ് ഓർ പാസ്റ്റിക് അഞ്ജൈന എന്ന് വിളിക്കും. ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ടൈപ്പാണ് അൺസ്റ്റേബിൾ അഞ്ജൈന. ഈ അൺസ്റ്റേബിൾ അഞ്ജൈന തന്നെ NSTEMI, ഐസ്റ്റെമി, നോൺ സ്റ്റെമി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും തിരിക്കാം. എങ്കിലും അൺസ്റ്റേബിൾ അഞ്ജൈന മൂന്നാമത്തെ തരം. ഈ മൂന്നാമത്തെ തരമാണ് ഞാൻ പറഞ്ഞത് നേരത്തെ MI ആയിട്ട് മാറും. മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ആയിട്ട് മാറുന്നത് ഈ മൂന്നാമത്തെ തരമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് മിക്കവാറും MIക്ക് എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുക അതേപോലെ ആയിരിക്കും ഈ അൺസ്റ്റേബിൾ അഞ്ജൈനയുടെ ട്രീറ്റ്മെന്റ്. പക്ഷെ ഇതിന്റെ ട്രീറ്റ്മെന്റ് സാധാരണ നമുക്ക് അഞ്ജൈനയുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഇത് ഗുരുതരമായിട്ടുള്ള കണ്ടീഷൻസിലേക്ക് പോകാവുന്നതാണ് അൺസ്റ്റേബിൾ അഞ്ജൈന. എങ്കിലും ഏത് കേസിലാണെങ്കിലും, ഈ 3 കേസിലാണെങ്കിലും നമുക്ക് എമർജൻസി കേസ്, അക്യൂട്ട് കേസ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന മരുന്ന് നൈട്രേറ്റ്സ് ആണ്. നൈട്രേറ്റ്സ് എന്ന് പറയുന്ന മരുന്ന് നമുക്ക് കൊടുക്കാം. അത് നമ്മൾ നാക്കിനടിയിൽ വെച്ചിട്ട് സബ്ലിംഗ്വലാണ്. അത് ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് എന്ന് പറയുന്ന മരുന്നുണ്ട്, ISDN എന്ന് പറയുന്ന മരുന്നുണ്ട്. ഓക്കെ. സാധാരണ നമ്മൾ ആദ്യം ഒരെണ്ണം വെച്ച് കൊടുക്കും. ദെൻ കുറച്ചും കൂടി ഫലം കുറവാണെന്ന് തോന്നിയാൽ ഒരെണ്ണം കൂടി നമ്മൾ വെച്ച് കൊടുക്കും. അങ്ങനെ 3 എണ്ണം വെച്ച് കൊടുത്തിട്ടും ഫലമില്ലെങ്കിലാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അർജന്റായിട്ടൊക്കെ പോവുക. സോ അൺസ്റ്റേബിൾ MI ആവുന്ന അവസ്ഥയും ഹോസ്പിറ്റൽ എമർജൻസി കണ്ടീഷൻ തന്നെയാണ്. ഓക്കെ. അപ്പോൾ സാധാരണ ഏത് കേസിലാണെങ്കിലും നമുക്ക് നൈട്രേറ്റ്സ് എന്ന് പറയുന്ന മരുന്ന് നമുക്ക് നാക്കിനടിയിൽ വെച്ച് കൊടുക്കാവുന്ന മരുന്നാണ്. നമുക്ക് ആദ്യം സ്റ്റേബിൾ ഓർ ക്ലാസിക് അഞ്ജൈന, അതിനകത്ത് ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. 90% കേസും ഈ ടൈപ്പാണ്. ഏറ്റവും കൂടുതൽ അഞ്ജൈനയും സ്റ്റേബിൾ അഞ്ജൈനയാണ്. സോ അതുകൊണ്ട് തന്നെ മറ്റൊരു പേരുണ്ട് ടിപ്പിക്കൽ അഞ്ജൈന എന്ന് വെച്ചാലും ഇത് തന്നെയാണ്, ടിപ്പിക്കൽ അഞ്ജൈന. സോ മോസ്റ്റ് കോമൺ വേരിയന്റ് ഓഫ് അഞ്ജൈന is stable or classic angina. സോ നോർമലി ആൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഹൃദയത്തിന് കൂടുതലായിട്ട് ഓക്സിജൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രശ്നം. ഹൃദയത്തിന് എപ്പോഴെങ്കിലും കൂടുതൽ ഓക്സിജൻ ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് പ്രശ്നമാണ്. എക്സസൈസ് ചെയ്താൽ, സപ്പോസ് വി ഡു എക്സസൈസ്, അല്ലെങ്കിൽ സാധാരണയിൽ കൂടുതൽ നടക്കുകയാണെന്ന് വെച്ചാൽ വാക്കിംഗ്, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറേണ്ടി വന്നാൽ, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ, ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഹെവി ഫുഡ്, ദെൻ സെക്സ്, ദെൻ തണുത്ത അല്ലെങ്കിൽ കോൾഡ് ടെമ്പറേച്ചർ. സോ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നെഞ്ചുവേദന അനുഭവപ്പെടുക. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇഫ് യു ടേക്ക് റെസ്റ്റ് ഇത് കുറയും. ഇമോഷണൽ പ്രശ്നമാണെങ്കിൽ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കുറയില്ല, ഇമോഷൻസ് കുറയണം. പക്ഷെ അപ്പൊ നമുക്ക് നൈട്രേറ്റ്സ് കഴിച്ചു കഴിയുമ്പോൾ
കുറയും. എല്ലാം പഴയപടി, റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പഴയപടിയാകും. സോ അപ്പൊ നമുക്ക് അതിനെ മറ്റൊരു പേര് കൂടി പറഞ്ഞു വിളിക്കാം, എക്സേർഷണൽ അഞ്ചൈന. എക്സേർഷണൽ അഞ്ചൈന എന്ന് വിളിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ട്രിഗേർഡ് ഓർ പ്രെസിപ്പിറ്റേറ്റഡ് ബൈ എക്സേർഷൻ. ഇത് മെനപ്പോസ് ആയിട്ടുള്ള സ്ത്രീകളിലും അല്ലെങ്കിൽ 60 ഇയേഴ്സ് കഴിഞ്ഞ മെയിലും ഈക്വൽ ചാൻസ് ആണ്, തുല്യ ചാൻസ് ആണ് വരാനുള്ളത്. ദെൻ ദോസ് ഹു ആർ പുകവലിക്കുന്ന ആൾക്കാർ, പുകവലിയുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് വരാം. അല്ലെങ്കിൽ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അധികം ശരീരമൊന്നും അനങ്ങാത്ത, ജോലി ചെയ്യാത്ത, എക്സസൈസ് ഒന്നും എടുക്കാത്ത ആൾക്കാർക്കാണെങ്കിലും ചിലപ്പോൾ കുറച്ച് നേരത്തെ വരാനായിട്ടുള്ള ചാൻസ്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം ഓക്സിജൻ ഡിമാൻഡും ഓക്സിജൻ സപ്ലൈയും തമ്മിലുള്ള പ്രശ്നമാണ്. ഓക്സിജൻ ഡിമാൻഡ് ഈസ് നോട്ട് ഈക്വൽ ടു ഓക്സിജൻ സപ്ലൈ. ഇത് തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളാണ്. സോ ഇതിവിടെ ഒരു 3 സിറ്റുവേഷൻസ് വരാം. 3 സിറ്റുവേഷൻസ് ക്യാൻ ഹാവ്. ഒന്ന്, ഇൻക്രീസ്ഡ് ഡിമാൻഡ്. ഡിമാൻഡ് കൂടുതലാണ്, ഓക്സിജന്റെ ആവശ്യം കൂടുതലാണ്. പക്ഷെ സപ്ലൈ ഈസ് നോർമൽ ആണ്, നോർമൽ സപ്ലൈ. ഹൃദയത്തിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ ഹൃദയത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം കൂടുതലാണ്. സോ ഇത് സാധാരണ വരിക ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാരിൽ, അല്ലെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരിക. സോ ഇൻക്രീസ് ഡിമാൻഡ് ആൻഡ് ഹേർട്ടിന് വേറെ പ്രശ്നമൊന്നുമില്ല, നോർമൽ. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ഈസ് നോർമൽ. നോർമൽ ആയിട്ടുള്ള ഡിമാൻഡ് ഈസ് നോർമൽ ആണ്, പക്ഷെ സപ്ലൈ ഈസ് നോട്ട് നോർമൽ. സപ്ലൈ ലെസ് സപ്ലൈ ആണ്, കുറഞ്ഞ സപ്ലൈ ആണ്. സോ ഇതാണ് പ്രധാനപ്പെട്ട കാരണം. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ബ്ലഡ് വെസൽസ് ഈസ് നാരോഡ്, ബിക്കോസ് ഓഫ് അത്തീറോസ്ക്ലീറോസ്. ഇങ്ങനെ ഇവിടെ ഒരു അത്തീറോസ്ക്ലീറോസ്റ്റിക് പ്ലേക്ക് ഉണ്ടെന്ന് കരുതുക. ബ്ലഡ് വെസൽസിന്റെ ലൂമൻ ചെറുതായിട്ടിരിക്കുകയാണെന്ന് കരുതുക. സോ ഇതാണ് പ്രധാന റീസൺ, ബിക്കോസ് ഓഫ് അത്തീറോസ്ക്ലീറോട്ടിക് പ്ലേക്ക് എന്ന് നമ്മൾ പറയും. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ ഇൻക്രീസ്ഡ് ഡിമാൻഡ്. ഇപ്പൊ ഡിമാൻഡും കൂടുതലാണ്, ബട്ട് ഡിക്രീസ്ഡ് സപ്ലൈ. സോ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിക്രീസ്ഡ് സപ്ലൈ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ അത്തീറോസ്ക്ലീറോട്ടിക് ലീഷൻ ഉള്ള ഒരാൾക്ക്, പ്ലേക്ക് ഉള്ള ഒരാൾക്ക് ഡിമാൻഡ് കൂടിയാലോ, ഇവിടെ ഈ വശത്തേക്കാണ് ബ്ലഡ് ഒഴുകുന്നത് വെച്ച്, ഇവിടെ ബ്ലഡ് ഡിമാൻഡ് ആവശ്യം കൂടി കഴിഞ്ഞാൽ ഒഴുകാവുന്നതിന് പരിധിയുണ്ട്, ഇത് ഡയലേറ്റ് ചെയ്യില്ല. സോ ഇവിടെയാണ് പ്രശ്നം. സോ ദിസ് തേർഡ് സിറ്റുവേഷൻ ഈസ് ഡേഞ്ചർ. ആൻഡ് അജൈന നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ്സ് എ പ്രോബ്ലം വിത്ത് കൊറോണറി ആർട്ടറി ഡിസീസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്, ഇപ്പോൾ ഇത് അയോട്ട ആണെങ്കിൽ ഇത് റൈറ്റിലേക്ക് പോകുന്നത്, ഇത് ലെഫ്റ്റിലേക്ക് പോകുന്നത്. ഇവിടെയാണ്, ലാഡയിലാണ്, അല്ലെ മയോകാർഡിയൽ MI ഒക്കെ ഉണ്ടാവുന്ന ഏറ്റവും കൂടുതൽ ലാഡയിലാണ്. സോ ഇവിടെയാണ് ഈ ലീഷൻ എന്ന് വിചാരിക്കുക. ഇത് ലീഷൻ ആയിട്ടില്ല, പ്ലേക്ക്. ഇവിടെ ഒരു പ്ലേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, നോട്ട് എ ലീഷൻ എന്ന് വെച്ചുമ്പോൾ ഇത് വിണ്ട് കീറിയിട്ടുണ്ടാവണം, അതില്ല. ഇവിടെ ഒരു പ്ലേക്ക് മാത്രമേ ഉള്ളൂ, സ്മൂത്ത് പ്ലേക്ക് ആണ്, ലാഡയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. സോ ഈ പ്ലേക്ക് മൂലം 75% ഓഫ് ബ്ലഡ് വെസൽസ് ലൂമൻ അടഞ്ഞിരിക്കുകയാണ്. ബ്ലഡ് വെസൽ ലൂമൻ അടഞ്ഞിരിക്കുന്നു ആൻഡ് ഹൃദയത്തിലേക്ക് കൂടുതൽ ബ്ലഡ് സപ്ലൈ ചെയ്യാൻ ഈ ഭാഗത്തേക്കൊക്കെ അപ്പൊ ബ്ലഡ് സപ്ലൈ ഈസ് ഡിക്രീസ്ഡ്. കുറഞ്ഞ ബ്ലഡ് സപ്ലൈ മാത്രമേ ഉള്ളൂ. സോ ബ്ലഡ് ഫ്ലോ ഈസ് നൗ തടസ്സപ്പെട്ടിരിക്കുന്നു. നോർമൽ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇൻക്രീസ്ഡ് ഡിമാൻഡ് വരുമ്പോഴത്തേക്കും ഇവിടത്തേക്ക് ബ്ലഡ് ആവശ്യത്തിന് കൊടുക്കാൻ പറ്റുന്നു. സോ ഇതുമൂലം ഹൃദയത്തിന്റെ മസിൽ ലെയറിൽ ഡാമേജ് ഉണ്ടാകാം. ലെയറിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാവുന്നത് ഇന്നർ ഏരിയയിലാണ്. ആ ഏരിയ നമ്മൾ പറയാ സബ് എൻഡോകാർഡിയൽ മയോകാർഡിയൽ എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ മസിലാണ്. സബ് എൻഡോകാർഡിയൽ മയോകാർഡിയൽ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. സോ ദിസ് ഇസ് സ്റ്റേബിൾ അഞ്ചൈനയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് സബ് എൻഡോകാർഡിയൽ പ്രോബ്ലംസ് ആണ് ഉണ്ടാകുക. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്ട്രെസ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇഫ് യു ഡു സ്ട്രെസ് ടെസ്റ്റ്, അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ST സെഗ്മെന്റ്, നമ്മൾ ECG അറിയാമെങ്കിൽ ST സെഗ്മെന്റ് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് 1 millimeter വരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. സോ ഇത്തരം പ്ലേക്ക്, സോ ദിസ് ഇസ് പ്ലേക്ക് ആണ്, അത്തീറോസ്ക്ലെറോട്ടിക് പ്ലേക്ക് ഉള്ളവരിലാണ് ഡിമാൻഡ് കൂടുമ്പോഴത്തേക്കും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഭാഗം. സോ എന്താണ് പ്രശ്നം? ഇവിടെ ബ്ലഡ് വെസൽ കൂടുതൽ ഡിമാൻഡ് വരുമ്പോഴത്തേക്കും ഇതിന് ഡയലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദിസ് ഏരിയ കനോട്ട് ഡയലേറ്റ്. സോ അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക എമർജൻസി വാസോ ഡയലേറ്റേഴ്സ് ആണ് നമ്മൾ കൊടുക്കുക. എമർജൻസി വാസോ ഡയലേറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ നൈട്രേറ്റ്സ് ആണ് കൊടുക്കുക. അപ്പൊ ഇതിന്റെ ദീർഘനാൾ ചികിത്സയിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്താ? സോ ഇതിപ്പോ ഈ സമയത്ത് കുഴപ്പമില്ല, ഓക്കെ, നൈട്രേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആണ്. പക്ഷെ ഇത് ഇപ്പൊ പൊട്ടിയിട്ടൊന്നുമില്ല. ഇത് അത്തീറോസ്ക്ലെറോട്ടിക് ഈ സ്റ്റേബിൾ ആണ്, അതുകൊണ്ടാണ് പേര് തന്നെ സ്റ്റേബിൾ ഓർ ക്ലാസിക്. ഇത് പൊട്ടാനായിട്ടുള്ള ചാൻസ് ഒന്നും ഇപ്പോ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് ഒന്ന് ഹൃദയത്തിന്റെ ജോലി ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാനായിട്ട് നമുക്ക് വീനോ ഡയലേറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വെയിൻസിനെ ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് വെയിൻ ആണെന്ന് വിചാരിക്കുക, ഇതും വെയിൻ ആണ്. ഓക്കെ, ഹൃദയത്തിലേക്ക് വരുന്ന വെയിൻ, ചെറിയ വെയിനൊക്കെ ഇതിന് ഡയലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഇവിടത്തേക്ക് ബ്ലഡ് വരുന്നത് കുറയും, അപ്പോൾ ഹൃദയത്തിലേക്ക് വരുന്നത് കുറയും. ഹൃദയത്തിലേക്ക് വരുന്ന ബ്ലഡ് കുറയുമ്പോൾ വെയിനെ ഡയലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രീലോഡ് ഓഫ് ദ ഹാർട്ട്, ഹൃദയം കൂടുതൽ ബ്ലഡ് വരുമ്പോൾ വലുതാകും, കൂടുതൽ
ചുരുങ്ങേണ്ടി വരും, അത് വേണ്ട. അപ്പോൾ സാധാരണ 135 ml ആണ്, 135 to 140 ആണ്. അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ പ്രീലോഡ് കുറയുന്നു. സോ നൈട്രേറ്റ്സ് ദീർഘനാൾ കൊടുക്കാം. സോ നൈട്രേറ്റ്സ് ഓർ വീനോ ഡയലേറ്റേഴ്സ് ഓർ വെയിനെ ഡയലേറ്റ് ചെയ്യുന്ന മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ദീർഘനാൾ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ക്യാൻ റെഡ്യൂസ് ദ ഹൃദയത്തിന്റെ ജോലിഭാരം കുറയ്ക്കാം. ഇതാണ് ഒരു സാധ്യത. രണ്ടാമത്തെ സാധ്യത, നമുക്ക് ഹൃദയം ബ്ലഡ് പുറന്തള്ളുന്നത് ആർട്ടറിയിലേക്കാണ് അല്ലെ. ഇതിന്റെ പേര് അയോട്ട എന്നാണ്. അപ്പൊ ഈ ആർട്ടറി ഇങ്ങോട്ടേക്ക് പോയി ചെറിയ ഇവിടെയുള്ള ആർട്ടീരിയോൾസിനെ നമ്മൾ ഡയലേറ്റ് ചെയ്താലോ, ഈ ആർട്ടീരിയോൾസിനെ ഡയലേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് കൂടുതൽ ഇങ്ങോട്ടേക്ക് പോകും. അപ്പൊ ഇവിടെയുള്ള ഇംപെഡൻസ്, തടസ്സം നമുക്ക് കുറയാൻ പറ്റും. സോ ഇത് കുറക്കുന്നതിനെ നമ്മൾ ആഫ്റ്റർ ലോഡ് കുറയ്ക്കാന്ന് പറയും. അപ്പൊ ഹൃദയത്തിന് തള്ളാൻ, പുറത്തേക്ക് തള്ളുക, അതാണ് ആഫ്റ്റർ ലോഡ് കുറയ്ക്കുക. സോ രണ്ടാമത്തത് ആർട്ടീരിയൽ ഡയലേറ്റേഴ്സ് കൊടുക്കാം. ആർട്ടീരിയൽ ഡയലേറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രീലോഡ് ആണെങ്കിൽ ഇവിടെ ആഫ്റ്റർ ലോഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആഫ്റ്റർ ലോഡ് കുറയ്ക്കാൻ പറ്റുന്ന ഡ്രഗുകൾ, ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുന്ന ഡ്രഗുകൾ ഏതാണ് ഫേമസ്? കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. അതിൽ തന്നെ ഡൈഹൈഡ്രോപിരിമിഡിൻസ് ടൈപ്പ് ഓഫ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ്. ക്ലാസിക് എക്സാമ്പിൾ ഈസ് ആംലോഡിപ്പിൻ ആണ്. ആംലോഡിപ്പിൻ എല്ലാം ഡിപ്പിൻസിൽ അവസാനിക്കുന്ന മരുന്നുകളാണ്. സോ ആംലോഡിപ്പിൻ ലൈക്ക് ഡൈഹൈഡ്രോപിരിഡിൻ ലൈക്ക് ഡ്രഗുകൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ ചോയ്സ്, വാട്ട് വി ക്യാൻ ഡു നെക്സ്റ്റ് ഈസ് ഹൃദയത്തിന്റെ ഇൻട്രിൻസിക് ആയിട്ടുള്ള ജോലി അങ്ങ് കുറയ്ക്കുകയാണ് അല്ലെ. ഹൃദയത്തിന്റെ ജോലി ആരംഭിക്കുന്നത് എസ് എ നോഡിൽ നിന്നാണ്, അത് ഇങ്ങോട്ടേക്ക് എ വി നോഡ്, പിന്നെ വെൻട്രിക്കിൾസ് ഇങ്ങനെ ചുരുങ്ങണം. സോ ഇതെല്ലാം കുറച്ച് ഹൃദയത്തിന്റെ റേറ്റ് കുറച്ചാലോ. ഇഫ് യു റെഡ്യൂസ് ദ റേറ്റ്, നമ്മൾ 72 തവണ ടു 100 തവണയൊക്കെയാണ് നോർമലായിട്ട് കാണുന്നത്. സോ ഇതങ്ങ് കുറച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ മിടിപ്പ് കുറയുമ്പോൾ ഹൃദയത്തിന്റെ വർക്ക് ലോഡ് കുറയും. സോ അങ്ങനെ കുറക്കുന്ന ഡ്രഗുകൾ ഉണ്ടോ, ആ ഡ്രഗുകളാണ് ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുത്ത് നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? ഹൃദയത്തിന്റെ ജോലി ഭാരം കുറയ്ക്കുക. സോ ദേ വിൽ ഡിക്രീസ് ദ ഹേർട്ട് റേറ്റ് കുറയ്ക്കും, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ അങ്ങനെയൊക്കെയുള്ള കൊടുക്കാം. സോ അപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുക β1 ബ്ലോക്കേഴ്സ് ആണ്. β1 ബ്ലോക്കേഴ്സ് ഫേമസ് അറ്റനലോൾ പോലെയുള്ളത്, അല്ലെങ്കിൽ മെറ്റോപ്രോലോൾ പോലെയുള്ള ഡ്രഗുകൾ കൊടുക്കാം. ഇവൻ β1 പ്ലസ് β2 ചേർന്ന പ്രൊപ്രാനലോൾ ഈസ് അനദർ ചോയ്സ്. എങ്കിലും സാധാരണ നമ്മൾ β1 സ്പെസിഫിക് ആണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇനി ഇങ്ങനെ ചെയ്യാൻ പറ്റിയ വേറെ ഡ്രഗുകൾ ഉണ്ടോ ഹൃദയത്തിന്റെ ജോലി ഭാരം കുറയ്ക്കുന്ന? ബീറ്റ ബ്ലോക്കേഴ്സ് അല്ലാതെ വേറെ മരുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് തന്നെയാണ്, പക്ഷെ അത് ഡൈഹൈഡ്രോപിരിഡിൻസ് അല്ല, നോൺ ഡൈഹൈഡ്രോപിരിഡിൻസ് ടൈപ്പ് ഓഫ് ഡ്രഗ്, നോൺ DHP ഡൈഹൈഡ്രോപിരിഡിൻ. ഏതൊക്കെയാണ് അത്? ഒന്ന് വെരാപ്പാമിലാണ്, വെരാപ്പാമിൽ, ആൻഡ് രണ്ടാമത്തത് ഡിൽറ്റിയാസം. സോ ഡിൽറ്റിയാസത്തിന് രണ്ടിന്റെയും ഈക്വൽ ആണ്. ബ്ലഡ് വെസൽസിലും വർക്ക് ഉണ്ട്, ദെൻ ഹേർട്ടിലും വർക്ക് ഉണ്ട്. വെരാപ്പാമിൽ ഹേർട്ടിൽ മാത്രമേ ഉള്ളൂ. ഇവയ്ക്ക് ബ്ലഡ് വെസൽസിലാണ്, ഹൃദയത്തിൽ പണിയില്ല. സോ ഹൃദയത്തിന്റെ എസ് എ നോഡിൽ ഇനി പ്രവർത്തനം കുറച്ചാലോ? ഇവിടെ മാത്രം പ്രവർത്തിച്ച് ഹൃദയത്തിന്റെ ബീറ്റ് നമ്പർ കുറയ്ക്കുന്ന മരുന്നുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയിൽ ഫേമസ് ആയിട്ടുള്ള മരുന്ന് ഫണ്ണി ചാനൽ ഇൻഹിബിറ്റർ ആണ്. ഫണ്ണി ചാനൽ ഇൻഹിബിറ്റർ ഏതാണ്? ഫണ്ണി ചാനൽ, HCN ചാനൽ എന്നും അതിന് പേരുണ്ട്. HCN, H ഫോർ ഹൈപ്പർ പോളറൈസേഷൻ, CN ഫോർ സൈക്ലിക് ന്യൂക്ലിയോടൈഡ് ഗേറ്റഡ് ചാനൽ എന്നും പറയും. സോ അതിനെ തടയുന്ന മരുന്നിന്റെ പേരാണ് ഐവാബ്രാഡിൻ. ഇവാബ്രാഡിൻ എന്ന് പറയുന്ന മരുന്ന് കൊടുത്താൽ ഹൃദയത്തിന്റെ കുറെ വർക്ക് ലോഡുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി ഹൃദയത്തിന്റെ എനർജി ഉണ്ടാക്കുക ഫാറ്റി ആസിഡ്സിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, ഗ്ലൂക്കോസിൽ നിന്ന്. ഫാറ്റി ആസിഡിൽ നിന്ന് ഉണ്ടാക്കാൻ ഒരുപാട് നമുക്ക് ATP കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ഗ്ലൂക്കോസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡ്രഗുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നത് ഫേമസ് ഡ്രഗ് ഈസ് റനാലോസിൻ ആണ്. റനോലാസിൻ എന്ന് പറയുന്ന മരുന്ന്, റനോലാസിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ ഫാസുഡിൽ എന്ന് പറയുന്ന മരുന്നുണ്ട്, ഫാസുഡിൽ. ദെൻ ട്രൈമെറ്റാസിഡിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്, ട്രൈമെറ്റാസിഡിൻ എന്ന് പറയുന്ന മരുന്ന്. ഓക്കെ, ഇത് ഫാസിഡിൽ, ട്രൈമെറ്റാസിഡിൻ ഒരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. ആൻഡ് ഹൃദയത്തിലെ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന, ഈ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുന്ന ഒരു മരുന്നാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കർ. സോ അതും ഹൃദയത്തിന്റെ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുന്ന മരുന്നാണ്. വേറൊരു മരുന്നാണ് ഓക്സിഫെഡ്രിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്, ഓക്സിഫെഡ്രിൻ. ഓക്കെ, സോ ഇത്രയും മരുന്നൊക്കെ കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഈ ഹൃദയത്തിന്റെ കൂടിയ ഓക്സിജൻ ഡിമാൻഡ് നമുക്ക് കുറച്ച് നിർത്താനായിട്ട് പറ്റും. സോ ലോങ് ടേം ആയിട്ട് കൊടുക്കുന്ന മരുന്നുകളൊക്കെയാണ്. ഇനി ഈ അത്തീറോസ്ക്ലിറോട്ടിക് പ്ലേക്ക് നമുക്ക് ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിലനിർത്തുക, അല്ലെങ്കിൽ പൊട്ടാത്ത രീതിയിലേക്ക് മാറ്റുക, സ്റ്റെബിലൈസ് ഓർ റെഡ്യൂസ്, അതിനുവേണ്ടി നമുക്ക് കൊടുക്കാവുന്ന മരുന്നുകളുണ്ട്. അത് സ്റ്റാറ്റിൻസ് ആണ്. സ്റ്റാറ്റിൻ, സിംവാസ്റ്റാറ്റിൻ പോലെയുള്ള മരുന്നുകൾ നമുക്ക് കൊടുക്കാം. ദെൻ ഇത് പൊട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ലോങ് ടേം ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ പോലെയുള്ള മരുന്നുകൾ കൊടുക്കാം. പക്ഷെ വാട്ട് വി ക്യാൻ ഡു, അന്തിമമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഇവിടെ ഒരു പ്ലേക്ക് ഇരിക്കുകയാണെന്ന് നമുക്കറിയാം. സോ വി ഹാവ് ടു റിമൂവ് ദിസ് പ്ലേക്ക്. ദാറ്റ് ഈസ് ദ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഈസ് ടു റിമൂവ് ദിസ് പ്ലേക്ക്. ഈ പ്ലേക്ക് മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് PTCA ആണ്. PTCA എന്ന് വെച്ചാൽ എന്താണ്? പെർക്യൂട്ടേനിയസ് ട്രാൻസ്ലൂമിനൽ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി. അതാണ് നമ്മൾ PTCA, അല്ലെങ്കിൽ അതിനെ നമുക്ക് PCA എന്ന് പറയാം, പെർക്യൂട്ടേനിയസ്
സ്പോണ്ടേനിയസ് കൊറോണറി ഇന്റർവെൻഷൻ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതെടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ക്യാബ്ജ് ചെയ്യാം. ക്യാബ്ജ് മീൻസ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. ഇവിടെ എന്തെങ്കിലും സംഭവം കൊണ്ടെന്ന് വെച്ചാൽ ഒരു സ്റ്റെന്റ് ഒക്കെ വന്ന് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം ഇതെടുത്ത് മാറ്റുക, സ്റ്റെന്റ് പിടിപ്പിച്ച് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തുകയാണെങ്കിൽ. സോ ഇത് രണ്ടുമാണ് ഫൈനൽ റെസൊല്യൂഷൻ ഫോർ ദിസ്. പക്ഷെ ഇത് സ്റ്റേബിൾ ആണ്, പൊട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല. ഈ അത്തീറോസ്ക്ലിറോട്ടിക് ലീഷൻ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്, പൊട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല. താൽക്കാലികമായിട്ട് ബ്ലഡ് ഫ്ലോ കുറയുന്നു എന്ന് മാത്രം. സോ ഇതാണ് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നത് സ്റ്റേബിൾ ഓർ ക്ലാസിക് അഞ്ജൈനയിൽ. നമുക്ക് ആദ്യം വേദന ഉണ്ടെങ്കിൽ നൈട്രേറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് തൽക്കാലം കുറയ്ക്കാൻ പറ്റും. ദെൻ പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള എക്സേർഷൻ അങ്ങനെയൊക്കെയുള്ള ഒഴിവാക്കുക. ദെൻ പുകവലി അങ്ങനെയൊക്കെയുള്ള സെഡൻറ്ററി ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റുക. ദെൻ ഡ്രഗ്സ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് നൈട്രേറ്റ്സ് ലോങ് ഉപയോഗിക്കാം, ആർട്ടീരിയൽ ഡയലേറ്റേഴ്സ് ഉപയോഗിക്കാം, ബീറ്റാ ബ്ലോക്കേഴ്സ് ഉപയോഗിക്കാം, കാൽഷ്യം ചാനൽ ബ്ലോക്കർ പല രീതിയിൽ ഉപയോഗിക്കാം, ഫണ്ണി ചാനൽ ഇൻഹിബിറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാം, റാനോലാസിൻ പോലെയുള്ള മരുന്ന്, ഫാസിഡിൽ, ട്രൈമെറ്റാസിഡിൻ, ഓക്സിഫെട്രിൻ പോലെയുള്ള മരുന്നുകളൊക്കെ നമുക്ക് കൊടുക്കാം. ഫൈനൽ റെസൊല്യൂഷൻ ഈസ് ടു ഡു PTCA ഓർ ക്യാബ്ജ്. ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അഞ്ജൈന നമ്മൾ പറഞ്ഞത് വാസോസ്പാസ്റ്റിക് ഓർ വേറൊരു പേരുള്ളത് വേരിയന്റ് എന്ന് പറയുന്ന പേരുണ്ട്. വേരിയന്റ് ഓർ അതിനേക്കാൾ ഫേമസ് പ്രിൻസ് മെറ്റൽ അഞ്ജൈന എന്നും നമ്മൾ ഇതിനെ പറയും. സോ ഇവിടെ ഹൃദയത്തിലെ ചില രക്തക്കൊല്ലുകൾ, ഇപ്പോൾ ഇത് ഹൃദയമാണെങ്കിൽ ഹൃദയത്തിലെ രക്തക്കൊല്ലാണ്, കൊറോണറി ആർട്ടറി ഡിസീസ് ആണല്ലോ. ഇതിപ്പോ ഹൃദയത്തിൽ നിന്ന് ആർട്ടറീസ് പോവുകയാണ്. ഏതെങ്കിലും ചില രക്തക്കൊല്ലുകൾ ചുരുങ്ങി പോകുന്നു. നേരത്തെ ഇത്ര ഉണ്ടായിരുന്ന രക്തക്കൊല്ലുകൾ ഇപ്പോൾ അത് ചുരുങ്ങി ഇങ്ങനെയാകും. ഏതെങ്കിലും ഭാഗം ഇങ്ങനെ ചുരുങ്ങുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൊറോണറി ആർട്ടറീസ്, ഹൃദയത്തിലെ രക്തക്കൊല്ലുകളെ നമ്മൾ കൊറോണറീസ് കൊറോണറി ആർട്ടറീസ് ഹാവ് ഫ്ലക്ച്വേറ്റിംഗ് ടോൺ. അവർക്ക് സ്റ്റഡി ആയിട്ടുള്ള ടോൺ ഇല്ല, ഇടക്കിടക്ക് ചുരുങ്ങും. ഇവിടെ ഇത് സംഭവിക്കാൻ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ഉറക്കത്തിലും സംഭവിക്കാം. അറ്റ് നൈറ്റ് ഉറക്കത്തിലും ഇങ്ങനെ ചുരുങ്ങാം. എക്സേർഷൻ ഒന്നും വേണ്ട, റെസ്റ്റിലും സംഭവിക്കാം. റെസ്റ്റ് എടുത്തു കഴിഞ്ഞത് കുറയോ? ഇല്ല. പ്രത്യേകിച്ച് എക്സേർഷൻ ഒന്നും ഇല്ലാതെയും ഇതുണ്ടാകാം എന്നുള്ളതാണ്. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും കുറയും, ബിക്കോസ് ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നതാണ്. ഇവിടെ അതല്ല പ്രശ്നം. ബ്ലഡ് വെസലുകൾ ഇടയ്ക്ക് ഇങ്ങനെ ചുരുങ്ങുന്നു എന്നുള്ളതാണ് പ്രശ്നം. സോ ഇതിനെ നമുക്ക് കൊറോണറി ആർട്ടറി സ്പാസം എന്ന് വിളിക്കാം. കൊറോണറി ആർട്ടറി സ്പാസം. സോ ദിസ് ടൈപ്പ് ഓഫ് അഞ്ജൈന ഈസ് ഡ്യൂ ടു കൊറോണറി ആർട്ടറി സ്പാസം. ഇവിടെ അത്തീറോസ്ക്ലീറോസിസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ പ്രസക്തി ഇല്ല. ക്യാൻ ബി ദർ അത്തീറോസ്ക്ലീറോസിസ് ഉള്ളതാകാം, ഇല്ലാതെയാകാം. ക്യാൻ ബി വിത്ത് അത്തീറോമ ഓർ നോൺ അത്തീറോമാറ്റ്. ഓക്കെ, വിത്ത് ഓർ വിത്തൗട്ട് അത്തീറോസ്ക്ലീറോസ്. ആൻഡ് ദിസ് ഈസ് മോർ ഇൻ ഫീമെയിൽസ്. ഇത് ഫീമെയിൽസിലാണ് കൂടുതൽ. സോ വാസോസ്പാസ്റ്റിക് ഓർ വേരിയന്റ് ഓർ പ്രിൻസ്മെറ്റൽ അഞ്ജൈന ഈസ് മോർ ഇൻ ഫീമെയിൽ. സോ ഇങ്ങനെ ചുരുങ്ങാനുണ്ടാകുന്ന കാരണം പറയുന്നത് ത്രോംബോക്സിൻ A2 അല്ലെങ്കിൽ എൻഡോതെലിൻ പോലെയുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യുന്നു എന്നതുകൊണ്ടായിട്ടാണ് പറയപ്പെടുന്നത്. ആൻഡ് ഇപ്പൊ ഇതിന്റെ സ്ട്രെസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ST സെഗ്മെന്റ് ഇലവേഷൻ ആയിട്ടാണ്. സോ ST സെഗ്മെന്റ് ഇലവേഷൻ ആണ്. മറ്റതിൽ നമ്മൾ 1 millimeter ഡിപ്രഷൻ ആണ് പറഞ്ഞത്. ST സെഗ്മെന്റ് ഇലവേഷൻ ഇൻ സ്ട്രെസ് ടെസ്റ്റ്. മാത്രമല്ല ഹൃദയത്തിന്റെ ഡാമേജ്, മറ്റേത് നമ്മൾ പറഞ്ഞത് സബ് എൻഡോകാർഡിയൽ മയോകാർഡിയൽ ഡാമേജ് ആണെങ്കിൽ ഇത് ട്രാൻസ്മ്യൂറൽ എന്ന് വെച്ചാൽ ഓൾ ലെയർ. മ്യൂറൽ എന്ന് വെച്ചാൽ ലെയർ ആണ്, എല്ലാ ലെയറിനെയും. മറ്റേത് ഇന്റീരിയർ ആയിട്ടുള്ള ഇവിടെയുള്ള ഭാഗം മാത്രമാണ്. ബ്ലഡ് വെസൽ ഇവിടെ വരുന്നു, പക്ഷെ ഇങ്ങോട്ടേക്കാണ് ബ്ലഡ് എത്താത്തത്. അതുകൊണ്ട് ഇവിടെയാണ് സബ് എൻഡോകാർഡിയൽ ബ്ലഡ്. ഇവിടെ ഹൃദയത്തിലുള്ള ബ്ലഡ് ഇവിടെയാണ് കിടക്കുക. ഓക്കെ, സോ ഇവിടെയാണ് ഡാമേജ്. പക്ഷെ ഇത് ഓൾ ലെയേഴ്സ് ക്യാൻ ബി ഡാമേജ്ഡ്. അപ്പൊ ഇവിടെ നമുക്ക് കൊടുക്കേണ്ട മരുന്ന് എന്താ? ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് പ്രധാനമായിട്ടും ഇതിനെ ഡയലേറ്റ് ചെയ്യുന്ന മരുന്നാണ്. അല്ല, ഇത് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. സോ വി നീഡ് ടു ഗീവ് കൊറോണറി വാസോ ഡയലേറ്റേഴ്സ്. സോ കൊറോണറി വാസോ ഡയലേറ്റേഴ്സ് ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. നമുക്കിപ്പോൾ കൊറോണറി വാസോ ഡയലേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് കൊറോണറി വാസോ ഡയലേറ്റേഴ്സ്. ദെൻ ഓക്സിഫെഡ്രിൻ ഈസ് വാസോ ഡയലേറ്റർ ആണ്. സോ ഇങ്ങനെയൊക്കെയുള്ള കൊറോണറി വാസോ ഡയലേറ്റേഴ്സ്. നൈട്രേറ്റ്സ് പറഞ്ഞില്ല, നൈട്രേറ്റ്സ് വാസോഡയലേറ്റേഴ്സ്. സോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നായിരിക്കും നമുക്ക് കൊടുക്കുക. ആൻഡ് ഹൃദയത്തിന്റെ വർക്ക് ലോഡുകൾ ഇൻ ലോങ് ടേം നമുക്ക് വർക്ക് ലോഡ് കുറയ്ക്കുന്ന മരുന്നുകൾ നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് PTCAയോ ക്യാബ്ജിനോ വല്ല പ്രസക്തി ഉണ്ടോ? ഇല്ല. ഇവിടെ നമുക്ക് PTCA ചെയ്തിട്ട് കാര്യമില്ല, ബൈപ്പാസ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഒന്നുമില്ല ഇവിടെ ഗ്രാഫ്റ്റും ചെയ്യാൻ. ബിക്കോസ് ഇത് ചുരുങ്ങുക. ഇത് വിത്ത് അത്തീറോമാൻ കൂടിയാണെങ്കിൽ അതിന് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അതല്ലാതെ ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് കൊറോണറി വാസോ ഡയലേറ്റേഴ്സ് ആണ്. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞ അഞ്ജൈന അൺസ്റ്റേബിൾ അഞ്ജൈന
എന്നുള്ളതാണ്, അൺസ്റ്റേബിൾ അഞ്ചൈന. ഇതിന് മറ്റ് അഞ്ചൈനയുടെ രണ്ടിന്റെയും ട്രീറ്റ്മെന്റ് അല്ല വേണ്ടത്. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ അത്തീറോമയുണ്ട് ബ്ലഡ് വെസൽ. ഇപ്പൊ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇഫ് ദിസ് ഈസ് ദ ബ്ലഡ് വെസൽ ദർ ഈസ് അത്തീറോമ. മറ്റേതിനകത്ത് ഇവിടെ സ്മൂത്ത് ആയിരുന്നു, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇതിന് ക്രാക്സ് ഉണ്ട്, അൺസ്റ്റേബിൾ ആണ്, എപ്പോ വേണമെങ്കിലും ഇത് പൊട്ടാം. മാത്രമല്ല അതിന്റെ പുറത്ത് പ്ലേറ്റ്ലെറ്റ്സ് ഇങ്ങനെ വന്ന് പിടിച്ചിരിക്കുന്നുണ്ട്, പ്ലേറ്റ്സ്, ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ്സ്. ഇത് സ്മൂത്ത് അല്ല, ഇത് പൊട്ടിയിരിക്കുകയാണ്. സോ പ്ലേറ്റ്സ്, ഇവിടെയുള്ള പ്ലേറ്റ് ഒട്ടിയിരിക്കുന്ന പ്ലേറ്റ്ലെറ്റ്സ്, അതിന്റെ മുകളിൽ ഫൈബ്രിൻ, ഇത് ഇളകി പോകാം ഇടയ്ക്ക്. സോ അങ്ങനെ വന്നിട്ട് ഇത് മൊത്തം അടഞ്ഞു പോകാവുന്ന സിറ്റുവേഷൻ കൂടുതലാണ്. പ്ലേറ്റ്ലെറ്റ്സും ഫൈബറിനും ഇടക്കിടക്ക് ഇളകി പോകാം, അത് മൊത്തത്തിൽ ഒക്ലൂഷൻ ഉണ്ടാക്കാം. സോ ഒക്ലൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ബിക്കംസ് MI ആയി കഴിയും. ഓക്കെ, സോ എപ്പോ വേണമെങ്കിലും ഇത് പൊട്ടാം. ഇൻസ്റ്റേബിൾ ആണെങ്കിൽ ഇത് പൊട്ടില്ല, ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്, സ്മൂത്ത് ആണ്. ഓക്കെ, ദിസ് ഏരിയ സ്മൂത്ത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ദിസ് ഏരിയ ഇസ് റഫ് ആണ്, അതുകൊണ്ട് പ്ലേറ്റ്ലെറ്റ്സ് ഒന്ന് പിടിച്ചിരിക്കുന്നുണ്ട്, ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ട്. ദെൻ ദിസ് പ്ലേക്സ് ഈസ് അൺസ്റ്റേബിൾ, അതുകൊണ്ടാണ് ഇതിനെ അൺസ്റ്റേബിൾ അഞ്ചൈന എന്ന് നമ്മൾ പറയുക. സോ ഇത് റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻ വരാം. സോ അതുകൊണ്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഈസ് ലൈക്ക് MIക്ക് എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേക്സ് ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുക ആസ്പിരിൻ ഗുളിക അങ്ങോട്ട് കഴിക്കാൻ പറയും അല്ലേ. ഫസ്റ്റ് ആസ്പിരിൻ ഗുളിക അങ്ങോട്ട് കഴിക്കുക, ബ്ലഡ് കട്ട പിടിച്ച് ഇവിടെ ഒട്ടിച്ചേരാതിരിക്കാനായിട്ടുള്ള മരുന്നുകൾ നമുക്ക് കൊടുക്കുക. ആസ്പിരിൻ അപ്പം തന്നെ കയ്യിലുണ്ടെങ്കിൽ 325 mg കഴിക്കുക. ദെൻ ഫൈബ്രിനോലിറ്റിക്സ് വേണ്ടി വരും അല്ലെ. ഇവിടെ കട്ട പിടിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് ഇളക്കാൻ ഫൈബ്രിനോലിറ്റിക്സ് പോലെയുള്ള കട്ട ഇളക്കുന്ന മരുന്നുകൾ നമുക്ക് വേണ്ടി വരും. ദെൻ കഠിനമായ വേദനയാണെങ്കിൽ മോർഫിൻ ലൈക്ക് ഡ്രഗ്സ്, ദെൻ ഹെപ്പാരിൻ ആന്റികോയാഗുലൻസ് ലൈക്ക് ഹെപ്പാരിൻ, ഇങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓക്സിജൻ കൊടുക്കണം രോഗിക്ക്. ഓക്കെ, സോ നൈട്രേറ്റ്സ് ക്യാൻ സ്റ്റിൽ വർക്ക്. നൈട്രേറ്റ്സ് നമുക്ക് കൊടുക്കാം, നൈട്രേറ്റ്സ് നമുക്ക് കൊടുക്കണം ഡെഫിനറ്റ്ലി. ദെൻ വരാതിരിക്കാനുള്ള ബാക്കി ട്രീറ്റ്മെന്റുകളെല്ലാം നമ്മൾ കൊടുക്കുക. സെക്കൻഡറി പ്രൊഫൈലാക്സിസ് എന്നാണ് നമ്മൾ അതിനെ പറയാം. സോ സെക്കൻഡറി പ്രൊഫൈലാക്സിസ്. സോ അൺസ്റ്റേബിൾ ഈസ് ട്രീറ്റഡ് ആസ് MI പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. സോ ആൻജൈനൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതപ്പോൾ സ്റ്റേബിൾ അഞ്ചൈനക്കാണ് പ്രധാനമായിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യുക. ദെൻ സെക്കൻഡ് ഈസ് പ്രിൻസ് മെറ്റൽ ഓർ വേരിയന്റ് അഞ്ചൈന. സോ ഇതിന് രണ്ടിനുമാണ് ആന്റി അഞ്ചൈനൽ ഡ്രഗുകൾ കൊടുക്കുക. ഇവിടെ നമ്മൾ അൺസ്റ്റേബിൾ അഞ്ചൈനയിൽ നമ്മൾ MI പോലത്തെ ട്രീറ്റ്മെന്റും ദെൻ ഫോർ സെക്കൻഡറി പ്രൊഫൈലാക്സിസ് നമ്മൾ നേരത്തെ പറഞ്ഞ മരുന്നുകളൊക്കെ കൊടുക്കേണ്ടി വരും. സോ നമുക്ക് മൊത്തത്തിൽ ആന്റി അഞ്ചൈനൽ ഡ്രഗ്സ് പറയുകയാണെങ്കിൽ, നമുക്ക് ഡ്രഗ്സ് മാത്രം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അക്യൂട്ട് അഞ്ചൈന വന്നു കഴിഞ്ഞാൽ, അക്യൂട്ട് അഞ്ചൈനയാണെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഈസ് ടു ഗിവ് നൈട്രേറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുക. നൈട്രേറ്റ്സ് നമ്മൾ കൊടുക്കേണ്ടത് സബ് ലിങ്കിലാണ് നമുക്ക് കൊടുക്കാവുന്നത്. GTN ഗ്ലിസറൈൽ ട്രൈ നൈട്രേറ്റ് ഉണ്ട്, ഓർ ISDN ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റ്. ഇത് രണ്ടുമാണ് സബ് ലിങ്കിലായിട്ട് നമുക്ക് കൊടുക്കാവുന്നത്. ഗ്ലിസറൽ നൈട്രേറ്റ് ഈസ് ഓൾസോ അവൈലബിൾ ആസ് എന്തൊക്കെയാണ്, ഇഞ്ചക്ഷൻ ആയിട്ട് അവൈലബിൾ ആണ്. ദെൻ ഒട്ടിച്ചു വെക്കുന്ന IV സ്പ്രേ ആയിട്ട് അവൈലബിൾ ആണ്. സ്പ്രേ IV അല്ല, സ്പ്രേ ആയിട്ട് അവൈലബിൾ ആണ്. ഇഞ്ചക്ഷൻ IV ആയിട്ട് അവൈലബിൾ ആണ്. ദെൻ ഒട്ടിച്ചു വെക്കുന്ന കാര്യം പറഞ്ഞു. ദെൻ ട്രാൻസ്ഡെർമൽ പാച്ച് ആയിട്ട് അവൈലബിൾ ആണ്. ദെൻ ISDN ഈസ് ഓൾസോ അവൈലബിൾ. ദെൻ ബാക്കി മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നൈട്രേറ്റ്സിൽ ലോങ് ടേം മാത്രം, ഇതിന് ലോങ് ടേം കൊടുക്കാം. ISDN ക്യാൻ ഓൾസോ ബി കണക്ട്. എങ്കിലും കുറച്ചുകൂടി ദീർഘനേരം പ്രവർത്തിക്കുന്ന മരുന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഐസോസോർബൈഡ് മോണോനൈട്രേറ്റ് കൂടി നമുക്ക് ഐസോസോർബൈഡ് മോണോനൈറ്റ്. ദെൻ വേറെ ഒരു മരുന്ന് ഇതുള്ളത് എറിത്രിറ്റോൾ ടെട്രാ നൈട്രേറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ പിന്നെ പെന്റാ എറിത്രിറ്റോൾ ഉണ്ട്. പെന്റാ എറിത്രിറ്റോൾ ടെട്രാ നൈട്രേറ്റ് ഈസ് ഓൾസോ അവൈലബിൾ. ദെൻ പുതിയ നൈട്രേറ്റ് ഏതെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രഗിന്റെ പേര് മോൾസിഡോമിൻ എന്ന് പറയുന്ന മരുന്നാണ്. മോൾസിഡോമിൻ ദീർഘനേരം പ്രവർത്തിക്കുന്ന ഒരു നൈട്രേറ്റ്സ്. സോ നൈട്രേറ്റ്സ് നമ്മൾ അക്യൂട്ടിന് ഇതാ കൊടുക്കുക. ദെൻ അക്യൂട്ട് അല്ല, ഇവിടം തൊട്ട് നമ്മൾ കൊടുക്കുക. ദെൻ വി ആർ ഗിവിംഗ് ഇൻ ക്രോണിക് കേസിലാണെങ്കിൽ കൊടുക്കുന്ന മരുന്നുകളാണ് ഞാൻ പറഞ്ഞ ഐസോസോർബൈഡ് മോണോനൈട്രേറ്റ്, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ. ഇതാണ് നൈട്രേറ്റ്സ് വിഭാഗം മരുന്ന്. ദെൻ പിന്നെ ഉള്ളത് ബീറ്റ ബ്ലോക്കേഴ്സ് നമുക്ക് കൊടുക്കാം. ക്രോണിക്കിലെ ബീറ്റ ബ്ലോക്കേഴ്സ് കാർഡിയോ സെലക്റ്റീവ് ആണ്, β1 സെലക്റ്റീവ് ആണ് ബെസ്റ്റ്. മെറ്റോപ്രലോൾ കൊടുക്കാം, നമുക്ക് അറ്റനലോൾ കൊടുക്കാം. ഓക്കെ, അതിൽ തന്നെ അസിബ്യൂട്ടലോൾ പോലെയുള്ള മരുന്നുകൾ ഇൻട്രിൻസിക് സിമ്പതോമിമെറ്റിക് ആക്ടിവിറ്റി ഉള്ള β1 ബ്ലോക്കേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പ്രൊപ്രാനോളും വേണമെങ്കിൽ കൊടുക്കാം, ബട്ട് നമ്മൾ പ്രധാനമായിട്ടും β1 സെലക്റ്റീവ് ആണ് കൂടുതലായിട്ട് കൊടുക്കുക. ദെൻ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഏതാണെങ്കിൽ ഡൈഹൈഡ്രോപിരിഡിൻസ് കൊടുക്കാം. ഡൈഹൈഡ്രോപിരിഡിൻസ്. നിഫിഡിപ്പിൻ നമ്മൾ കൊടുക്കാറില്ല. നിഫിഡിപ്പിൻ പണ്ടൊക്കെ കൊടുത്തിരുന്നു, പക്ഷെ ഇപ്പോൾ നിഫിഡിപ്പിൻ കൊടുക്കാറില്ല, നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ദെൻ ആംലോഡിപ്പിൻ നമുക്ക് കൊടുക്കാം. ഫെലോഡിപ്പിൻ, നിസോൾഡിപ്പിൻ, അങ്ങനെയൊക്കെയുള്ള ഡിപ്പിൻസ് ആണ് നമ്മൾ കൊടുക്കുക. ദെൻ നോൺ ഡൈഹൈഡ്രോപിരിഡിൻസ് ഏതൊക്കെയാണ്? അത് വെറാപ്പമിലുണ്ട്, ഡിൽറ്റിയാസം. ദെൻ ഫസ്റ്റ് ലൈൻ
അവസാനത്തെ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഈസ് റെനോലാസിൻ എന്ന് പറയുന്ന മരുന്ന് ഫസ്റ്റ് ലൈൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നേരത്തെ സെക്കൻഡ് ലൈൻ ആയിരുന്നു. നൗ ഇത് ഫസ്റ്റ് ലൈൻ ആണ്, ഇത് ഫസ്റ്റ് ലൈൻ ആണ്, ഇത് ഫസ്റ്റ് ലൈൻ ആണ് ഇൻ ക്രോണിക്. സോ ക്രോണിക്കിലെ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആണ്, ഞാൻ പറയാൻ വിട്ടുപോയി. സോ ക്രോണിക്കിലെ ഫസ്റ്റ് ലൈൻ ഡ്രഗുകളാണ് നമ്മൾ പറയാ. റെനോലാസിൻ ഈസ് നൗ എ ഫസ്റ്റ് ലൈൻ ഡ്രഗ്. സോ റെനോലാസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് സോഡിയം ചാനൽ ബ്ലോക്കിംഗ് ആക്ഷൻ ഉണ്ട്, പക്ഷെ പ്ലസ് PFOX ഇൻഹിബിഷൻ, PFOX ഇൻഹിബിറ്റർ കൂടിയാണ് റെനോലാസിൻ എന്ന് പറയുന്ന മരുന്ന്. ഇനി നമുക്ക് സെക്കൻഡ് ലൈൻ ഡ്രഗ്സുകൾ പറയാം. സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് വേറെ കളറിൽ എഴുതാം. സെക്കൻഡ് ലൈൻ ഡ്രഗ്സ്. സോ ദീസ് ഇപ്പൊ പറഞ്ഞെല്ലാം ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആണ്. സെക്കൻഡ് ലൈൻ ഡ്രഗ്സിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പൊട്ടാസ്യം ചാനൽ ഓപ്പണർ ഉണ്ട്. പൊട്ടാസ്യം ചാനൽ ഓപ്പണർ ദ ഡ്രഗ് ഈസ് നിക്കോരാൻഡിൽ എന്ന് പറയുന്ന മരുന്നാണ്. നിക്കോരാൻഡിൽ. ആ നിക്കോരാൻഡിൽ വേറെയും ചില ആക്ഷൻസ് കൂടിയുണ്ട് കേട്ടോ. ഇസ്കീമിക് പ്രീ കണ്ടീഷൻ ഉണ്ടാക്കുന്ന ഡ്രഗ് കൂടിയാണ്, നല്ല ഡ്രഗ് ആണ്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് സെക്കൻഡ് ലൈൻ ആയിട്ട് കൊടുക്കാവുന്നത് ഐവാബ്രാഡിൻ ആണ്. ഇവാബ്രാഡിൻ ഓൾറെഡി പറഞ്ഞു HCN ചാനൽ ഓർ ഫണ്ണി ചാനൽ ഇൻഹിബിറ്റർ ആണെന്ന് പറഞ്ഞു. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു ഫാസുഡിൽ മരുന്നുകൾ കണ്ടതാണ്. ഫാസുഡിൽ ഈസ് എ റോക്ക് ഇൻഹിബിറ്റർ ആണ്. റോക്ക് ഇൻഹിബിറ്റർ മീൻസ് റോക്കൈനേസ് ഇൻഹിബിറ്റർ എന്നാണ് നമ്മൾ പറയാ. വാസോസ്പാസ്റ്റിക് അഞ്ചൈനയിലാണ് ഏറ്റവും ബെസ്റ്റ്. വാസോസ്പാസ്റ്റിക് ഓർ പ്രിൻസ് മെറ്റലിലാണ് ഇത് വാസോസ്പാസ്റ്റിക്. സോ ഫാസുഡിൽ ഈസ് ബെസ്റ്റ് ദർ. ദെൻ ട്രൈമെറ്റാസിഡിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ട്രൈമെറ്റാസിഡിൻ ഈസ് ഓൾസോ PFOX, ഇവിടുത്തെ പോലെ തന്നെ PFOX ഇൻഹിബിഷൻ ഉണ്ട്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ ആന്റി ഓക്സിഡന്റ് ഡ്രഗ് ആണ്, ആന്റി ഓക്സിഡന്റ് ഡ്രഗ്. ദെൻ ഡൈപിരിഡമോൾ എന്ന് പറയുന്ന ഡ്രഗ് ഉണ്ടായിരുന്നു. ഡൈപിരിഡമോൾ എന്ന് പറയുന്ന ഇപ്പോഴും ബുക്കിലൊക്കെ ഉണ്ട്, പക്ഷെ അതിപ്പോ കൊടുക്കാറില്ല. ദിസ് ഈസ് നോട്ട് നൗ യൂസ്. കൊറോണറി സ്റ്റീൽ എന്നൊക്കെ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കും. കൊറോണറി ആർട്ടറിയൽ ഡയലേറ്റ് ചെയ്യുന്ന മരുന്നാണ്, പക്ഷെ ഇപ്പൊ പ്രിഫേർഡ് ഡ്രഗ് അല്ല ഡൈപിരിഡമോൾ. പിന്നെ ഓക്സിഫെഡ്രിൻ ആണ് ഞാൻ പറഞ്ഞ വേറൊരു മരുന്ന്, ഓക്സിഫെഡ്രിൻ. ബീറ്റ-2 അഗോണിസ്റ്റ് ആണ് കേട്ടോ, ആന്റഗോണിസ്റ്റ് അല്ല, ശ്രദ്ധിക്കുക. അഗോണിസ്റ്റ് ആണ്. ബീറ്റ അഗോണിസ്റ്റ് എന്ന് പറയുമ്പോൾ വാസോ ഡയലേറ്റേഴ്സ് ആയിരിക്കും അല്ലെ, വാസോ ഡയലേറ്റ്, ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ്. സോ ഇത്രയാണ് നമുക്ക് അഞ്ചൈനയിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ. സോ അക്യൂട്ടിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ പറഞ്ഞു, ക്രോണിക്കിലെ ഫസ്റ്റ് ലൈൻ ഡ്രഗുകൾ പറഞ്ഞു, ഫസ്റ്റ് ലൈൻ പറഞ്ഞു, ദെൻ സെക്കൻഡ് ലൈൻ ഡ്രഗുകൾ. ഇത്രയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അഞ്ചൈന. ഇനി നമുക്ക് ഓരോ വിഭാഗം മരുന്നുകളും സെപ്പറേറ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.